നമസ്കാരം. ഇന്ന് 2025 ഫെബ്രുവരി 26 ബുധനാഴ്ച. എല്ലാ ഓസ്ട്രേലിയൻ മലയാളികൾക്കും ഗുഡ് മോർണിംഗ് ഓസ്ട്രേലിയയുടെ മോർണിംഗ് ന്യൂസിലേക്ക് സ്വാഗതം. ഇസ്രായേലിനോട് കൂറ് പുലർത്തിയതിന് ഓസ്ട്രേലിയൻ പ്രതിരോധ സേനാ ഉദ്യോഗസ്ഥന് സുരക്ഷാ ക്ലിയറൻസ് റദ്ദാക്കി. ഓസ്ട്രേലിയയേക്കാൾ ഇസ്രായേലിനോട് കൂടുതൽ വിശ്വസ്തനാണെന്നും മൊസാദ് ചൂഷണം ചെയ്യപ്പെടാൻ സാധ്യതയുണ്ടെന്നും കണ്ടെത്തിയതോടെയാണ് സുരക്ഷാ ക്ലിയറൻസ് എടുത്തുമാറ്റിയത്. ഇസ്രായേൽ പ്രതിരോധ സേന ആവശ്യപ്പെട്ടാൽ രഹസ്യ വിവരങ്ങൾ പങ്കിടുവാൻ അദ്ദേഹം ഒരുക്കമായിരുന്നുവെന്ന് ഇന്റലിജൻസ് വിഭാഗമായ സിഒ വ്യക്തമാക്കി. ഇതിന് പിന്നാലെയാണ് ഉദ്യോഗസ്ഥന്റെ സുരക്ഷാ ക്ലിയറൻസ് റദ്ദാക്കിയത്. കഴിഞ്ഞ ആഴ്ച ഓസ്ട്രേലിയയുടെ കിഴക്കൻ തീരത്ത് 3 ചൈനീസ് യുദ്ധക്കപ്പലുകൾ ആദ്യമായി കണ്ടെത്തിയത് വെർജിൻ എയർലൈൻസ് പൈലറ്റാണെന്ന് എയർ സർവീസ് ഓസ്ട്രേലിയ വെളിപ്പെടുത്തി. സിഡ്നിയിൽ നിന്ന് 150 നോട്ടിക്കൽ മൈൽ അകലെ ടാസ്മാൻ കടലിൽ 3 ചൈനീസ് യുദ്ധക്കപ്പലുകൾ വെള്ളിയാഴ്ച രാവിലെ കണ്ടെത്തിയിരുന്നു. അന്താരാഷ്ട്ര സമുദ്രത്തിൽ തത്സമയ ഫയർ അഭ്യാസങ്ങൾ നടത്തുന്നുണ്ടെന്ന് പിന്നീട് ബീജിംഗ് സ്ഥിരീകരിച്ചു. രാത്രി 9:58 അവരുടെ സാന്നിധ്യത്തെക്കുറിച്ച് സംഘടനയെ അറിയിച്ചതായി എയർ സർവീസസ് ഓസ്ട്രേലിയ ചീഫ് എക്സിക്യൂട്ടീവ് റീജിയണൽ അഫയേഴ്സ് ആൻഡ് ട്രാൻസ്പോർട്ട് ലെജിസ്ലേഷൻ കമ്മിറ്റിയോട് അറിയിച്ചു. രാജ്യത്ത് റീറ്റെയിൽ പെട്രോൾ വില 3 വർഷത്തിനിടയിൽ ഏറ്റവും താഴ്ന്ന നിലയിലേക്ക് താഴ്ന്നതായി ഓസ്ട്രേലിയൻ കോമ്പറ്റീഷൻ ആൻഡ് കൺസ്യൂമർ കമ്മീഷൻ. ആഗോള എണ്ണ ആവശ്യകത മന്ദഗതിയിലായതാണ് വിലക്കുറവിനുള്ള കാരണം. സിഡ്നി, മെൽബൺ, ബ്രിസ്ബെയിൻ, അഡ്ലേഡ്, പെർത്ത് എന്നിവിടങ്ങളിൽ പെട്രോളിന്റെ ശരാശരി വില ഡിസംബർ പാദത്തിൽ ലിറ്ററിന് 179.8 സെന്റ് ആണെന്ന് പെട്രോൾ മോണിറ്ററിംഗ് റിപ്പോർട്ടിൽ കണ്ടെത്തി. ഡാവിൻ ലിറ്ററിന് 7.5 സെന്റ് ഇടിഞ്ഞ് 168.9 പെർത്തിൽ ലിറ്ററിന് 6.9 സെന്റ് ഇടിഞ്ഞ് 182.2 കാൻബറയിൽ ലിറ്ററിന് 6.9 സെന്റ് ഇടിഞ്ഞ് 183.8 കുറഞ്ഞു. 24-കാരിയായ ടോയോ കോർലിംഗ്ലിയെ കൊലപ്പെടുത്തിയ കേസിൽ പ്രതിയായ ഇന്ത്യൻ വംശജൻ രജ്ബന്ദർ സിംഗ് കുറ്റം നിഷേധിച്ചു. 2018 ഒക്ടോബറിലാണ് ക്വീൻസ്ലാൻഡിലെ വാങ്കിറ്റി ബീച്ചിൽ ടോയോ കോർലിംഗ്ലിയുടെ മൃതദേഹം കണ്ടെത്തിയത്. സംഭവത്തിനു ശേഷം സിംഗ് ഇന്ത്യയിലേക്ക് പോയെന്നും 2023 മാർച്ചിൽ ഓസ്ട്രേലിയയിലേക്ക് തിരിച്ചെത്തിയതിനു ശേഷം കൊലക്കുറ്റം ചുമത്തിയെന്നും പോലീസ് അറിയിച്ചു. എന്നാൽ ക്വീൻസ്ലാൻഡിലെ സുപ്രീം കോടതിയിൽ വിചാരണ വേളയിൽ സിംഗ് കുറ്റം നിഷേധിച്ചു. യഹൂദ വിരുദ്ധ ആക്രമണങ്ങളിലെ അന്വേഷണമാണ് ഓസ്ട്രേലിയൻ സുരക്ഷാ ഇന്റലിജൻസ് ഓർഗനൈസേഷന്റെ പ്രഥമ പരിഗണനയെന്ന് അറിയിച്ച ഡയറക്ടർ ജനറൽ മൈക്ക് ബർജസ്. രാജ്യത്ത് വർദ്ധിച്ചുവരുന്ന യഹൂദ വിരുദ്ധ പ്രവർത്തനങ്ങൾ ജനങ്ങളുടെ ജീവന് നേരെയുള്ള ഭീഷണികളുടെ തോത് വർദ്ധിപ്പിച്ചതായും ഡയറക്ടർ അഭിപ്രായപ്പെട്ടു. യഹൂദ വിരുദ്ധ പ്രവർത്തനങ്ങൾക്കെതിരെ കൂടുതൽ നടപടിയെടുക്കുവാൻ സമ്മർദ്ദം വർദ്ധിക്കുന്നതിനാൽ തങ്ങളുടെ ജോലി ചെയ്യുവാൻ ഏജൻസിയെ അനുവദിക്കണമെന്ന് ബർജസ് പൊതുജനങ്ങളോട് അഭ്യർത്ഥിച്ചു. സാമ്പത്തിക പ്രശ്നങ്ങളെ തുടർന്ന് സൈമൺ സ്റ്റിൻലി ജീനിയസ് ചൈൽഡ് കെയർ സെന്റർ അടച്ചു. 10,000-കണക്കിന് ഡോളർ വാടക നൽകാത്തതിനാലാണ് സെന്റർ അടച്ചുപൂട്ടിയത്. ACTയിലെ 5 കേന്ദ്രങ്ങൾ ഉൾപ്പെടെ രാജ്യത്തുടനീളം 30ഓളം കേന്ദ്രങ്ങൾ കമ്പനി നടത്തുന്നുണ്ട്. 2024 ഡിസംബറിൽ ACTയിലെ നിരവധി കേന്ദ്രങ്ങളിൽ ജീവനക്കാർ ശമ്പളവും പെൻഷൻ ഫണ്ടും വൈകിയതിനെ തുടർന്ന് രാജിവെച്ചിരുന്നു. ഇത് ചില കേന്ദ്രങ്ങൾ താൽക്കാലികമായി അടച്ചുപൂട്ടാൻ ഇടയാക്കിയിരുന്നു. ലോകത്തിലെ ഏറ്റവും ഉയർന്ന സ്തനാർബുദ രോഗനിർണയ നിരക്കുള്ള രാജ്യങ്ങളിലൊന്നാണ് ഓസ്ട്രേലിയ എന്ന കണക്കുകൾ. സിഡ്നി സർവകലാശാല, ക്വീൻസ്ലാൻഡ് സർവകലാശാല, കാനഡയിലെ ആൽബർട്ട് ഹെൽത്ത് സർവീസ് എന്നിവയിൽ നിന്നുള്ള പുതിയ ഗവേഷണങ്ങളാണ് പുറത്തു വന്നിട്ടുള്ളത്. 185 വ്യത്യസ്ത രാജ്യങ്ങളിലെ ആഗോള സ്തനാർബുദ റിപ്പോർട്ടുകളും മരണനിരക്കും പഠനത്തിന്റെ ഭാഗമായി വിശകലനം ചെയ്തു. 7 സ്ത്രീകളിൽ ഒരാൾക്കും 550 പുരുഷന്മാരിൽ ഒരാൾക്കും രാജ്യത്തെ രോഗം നിർണയിക്കപ്പെടുന്നുണ്ട്. ചാമ്പ്യൻസ് ട്രോഫിയിൽ ഇന്നലെ ദക്ഷിണാഫ്രിക്കയും ഓസ്ട്രേലിയയും തമ്മിൽ നടക്കേണ്ടിയിരുന്ന മത്സരം മഴ മൂലം ഉപേക്ഷിച്ചു. തുടർച്ചയായി പെയ്ത ചാറ്റൽ മഴയെ തുടർന്ന് ടോസ് പോലും ഇടാതെയാണ് മത്സരം ഉപേക്ഷിച്ചത്. ഇതോടെ ഇരുവരും ഓരോ പോയിന്റ് പങ്കിട്ടു. നേരത്തെ ഓരോ മത്സരങ്ങൾ ജയിച്ച ഇരു ടീമുകൾക്കും അടുത്ത മത്സരം ജയിച്ചാൽ സെമി ഫൈനലിലേക്ക് പ്രവേശിക്കാം. ചാമ്പ്യൻസ് ട്രോഫിയിൽ ഇന്ന് ഇംഗ്ലണ്ടും അഫ്ഗാനിസ്ഥാനും തമ്മിലുള്ള മത്സരം നടക്കും. 1984 നടന്ന സിഖ് വിരുദ്ധ കലാപവുമായി ബന്ധപ്പെട്ട കേസിൽ കോൺഗ്രസ് നേതാവ് സച്ചിൻ കുമാറിന് ജീവപര്യന്ത ശിക്ഷ വിധിച്ച് ദില്ലി വിചാരണ കോടതി. കലാപത്തിനിടെ അച്ഛനും മകനും കൊല്ലപ്പെട്ട കേസിലാണ് വിധി. ദില്ലി വിചാരണ കോടതി സ്പെഷ്യൽ ജഡ്ജി കാവേരി ബവേജിയുടേതാണ് വിധി. നിലവിൽ തിഹാർ ജയിലിലാണ് കോൺഗ്രസ് നേതാവ്.
തിരുവനന്തപുരത്തെ കൂട്ടക്കൊലയിൽ പ്രതി ലഹരി ഉപയോഗിച്ചതായി പ്രാഥമിക പരിശോധനയിൽ കണ്ടെത്തി. ഏതുതരം ലഹരിയാണ് ഉപയോഗിച്ചതെന്ന് തുടർ പരിശോധനയിലൂടെ മാത്രമേ വ്യക്തമാകൂ എന്ന് പോലീസ് അറിയിച്ചു. അതേസമയം പ്രതിയെ പോലീസ് വിശദമായി ചോദ്യം ചെയ്യുമെന്നും ഇതിനായി പോലീസ് ഡോക്ടറുടെ അനുമതി തേടിയെന്നും പോലീസ് അറിയിച്ചു. ഡോക്ടറുടെ നിർദ്ദേശപ്രകാരമായിരിക്കും പ്രതിയെ ചോദ്യം ചെയ്യുക. കേരളത്തിൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള ഉപതെരഞ്ഞെടുപ്പിൽ ഇടതുമുന്നണിക്ക് നേട്ടം. തെരഞ്ഞെടുപ്പ് നടന്ന 28 വാർഡുകളിൽ 17 എണ്ണത്തിൽ LDF വിജയിച്ചു. 12 UDF മുന്നേറ്റമുണ്ടായി. BJPക്ക് ഒരു സീറ്റിൽ പോലും വിജയിക്കാനായില്ല. ഒരു സീറ്റിൽ SDPI വിജയിച്ചു. വയനാട് ഒഴികെയുള്ള 13 ജില്ലകളിലെ 30 വാർഡുകളിലേക്കായിരുന്നു ഉപതെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചിരുന്നത്. NCP സംസ്ഥാന പ്രസിഡന്റ് സ്ഥാനം ഉറപ്പിച്ച് തോമസ് കെ തോമസ്. 14 ജില്ലാ പ്രസിഡന്റുമാരുടെയും പിന്തുണ തോമസ് കെ തോമസിനാണ്. പിന്തുണ അറിയിച്ചുള്ള കത്ത് ദേശീയ ജനറൽ സെക്രട്ടറി ജിതേന്ദ്ര അവാദിന് നൽകി. പാർട്ടി ദേശീയ അധ്യക്ഷൻ ശരത് പവാർ ആയിരിക്കും പ്രഖ്യാപനം നടത്തുക. ഇതോടുകൂടി വാർത്താ ബുള്ളറ്റിൻ ഇവിടെ അവസാനിക്കുന്നു. എല്ലാ പ്രേക്ഷകർക്കും നല്ലൊരു ദിനം ആശംസിക്കുന്നു. ഇനി കൂടുതൽ വാർത്തകളുമായി നാളെ കണ്ടുമുട്ടാം. എല്ലാവർക്കും നന്ദി, നമസ്കാരം.